അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. മഹാനായ അയ്യൂബ് നബിയെക്കുറിച്ചും യൂനുസ് നബിയെക്കുറിച്ചുള്ള പാഠങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യമായി നമുക്ക് പറയാനുള്ളത് ക്ഷമയുടെ പര്യായമായിരുന്ന മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നു. പക്ഷേ ആ പ്രയാസത്തിലൊന്നും അള്ളാഹുവിനെ മറന്നില്ല, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയില്ല. അവസാനം അള്ളാഹു താല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ അയ്യൂബ് നബിയെ രക്ഷിച്ചു, നബിയാക്കി മാറ്റി എന്നൊക്കെയുള്ള ചരിത്രങ്ങളാണ്. ഓക്കെ, ആ അയ്യൂബ് നബിയുടെ ചരിത്രങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഖിസ്സത്തു അയ്യൂബ നബത്തുൻ ആഖർ. ആഖർ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലല്ലേ? ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം, ആഖർ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്. അപ്പോൾ ഖിസ്സത്ത് അയ്യൂബ് നബിയുടെ ചരിത്രങ്ങൾ നമത്തുൻ ആഖറു, മറ്റൊരു മാതൃകയാണ്, മറ്റൊരു വ്യത്യസ്തമായ രീതിയാണ്. മാതൃക, രീതി, ഫാഷൻ എന്നൊക്കെ നമത്തിൻ്റെ അർത്ഥം കേട്ടോ. നമത്തുൽ ജദീദ്, ന്യൂ ഫാഷൻ എന്നൊക്കെ പറയും. മിനൽ ഖിസസി, മറ്റുള്ള ചരിത്രങ്ങളിൽ നിന്നുള്ള എന്താ പറയുക, പുതിയ നമത്തുൻ ആഖർ, വ്യത്യസ്തമായ മറ്റൊരു തരത്തിലുള്ള ഒരു ചരിത്രമാണ് അയ്യൂബ് നബിയുടെ ചരിത്രം. മറ്റു നബിമാരെക്കാളും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. വഖിസ്സത്തു അയ്യൂബ ഫിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ അയ്യൂബ് നബിയുടെ ചരിത്രം പറയുന്നത് നമത്തുൻ ആഖറു, മറ്റൊരു രീതിയിലാണ്. മിനൽ ഖിസസി, മറ്റു കഥകളിൽ നിന്നുള്ള, കഥകളിൽപ്പെട്ട മറ്റൊരു രീതിയിലൂടെയാണ്. മറ്റു പ്രവാചകന്മാരെ പോലെയല്ല, മറ്റൊരു രീതിയിലാണ് അയ്യൂബ് നബിയുടെ ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അതുപോലെ തന്നെ വമൽഹറുൻ ആഖറു, മറ്റൊരു പ്രകടനതയുമാണ്. മൽഹർ എന്ന പ്രകടമായത്, ആഖറു മറ്റൊരു തരത്തിലുള്ള, മിൻ മലാഹിരി നിഅ്മല്ലാഹി അലാ ഇബാദിഹിൽ മുഅ്മിനീൻ, വിശ്വാസികളായ തൻ്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ പ്രകടനതയുടെ മറ്റൊരു തരത്തിലുള്ള പ്രകടനമാണ് അയ്യൂബ് നബിയുടെ ജീവിതത്തിലുള്ളത് എന്നർത്ഥം. വമൽഹറുൻ ആഖറു, മറ്റൊരു രീതിയിലുള്ള പ്രകടനതയാണ്. മിമലാഹിരി നിഅ്മല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പ്രകടനതയിൽ നിന്നും. അള്ളാഹുറാന പ്രകടമായത് എന്നർത്ഥം കേട്ടോ. അല ഇബാദിഹി, അള്ളാഹു തൻ്റെ അടിമകൾക്ക് കൊടുക്കുന്ന, അൽ മുഅ്മിനീൻ വിശ്വാസികളായ, എന്ന് മാത്രമല്ല അസ്വാബിരീൻ ക്ഷമാലുക്കളായ, ക്ഷമാശീലരായ, വശാക്കിരീൻ നന്ദി ചെയ്യുന്ന, അതുപോലെ തന്നെ വൽ അംബിയാഇ, അതുപോലെ തന്നെ അംബിയാക്കൾക്കും, അൽ മഹ്ബൂബീൻ ഇഷ്ടഭാജനങ്ങളായ അമ്പിയാക്കളും, അവർ തുടങ്ങിയ തൻ്റെ അടിമകൾ, ആ അടിമകൾ കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രകടനയുടെ മറ്റൊരു രൂപമായിരുന്നു മഹാനായ അയ്യൂബ് നബിയിലുള്ളത്. ഫഖദ് കാന ലഹു, ഈ അയ്യൂബ് നബിക്കുണ്ടായിരുന്നു. കാന ലഹു എന്ന് പറഞ്ഞാൽ കാന ഇവിടെ താമാണല്ലേ. കാന ലഹു, അയ്യൂബ് നബിക്കുണ്ടായിരുന്നു. മിനദ്ദവാബി, കാന ഉണ്ടായിരുന്നു. മിനദ്ദവാബി, ദവാബ് എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ. ആം പറഞ്ഞാലും ദവാബ് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മേഞ്ഞു നടക്കുന്ന ജീവികൾ എന്നൊക്കെ അർത്ഥത്തിനിക്കണം. അല്ല, ആം പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകങ്ങൾക്ക് എല്ലാവർക്കും ആം അറിയും. അതുപോലെ തന്നെ വൽ ഹർത്തി, കൃഷിയും. അപ്പോൾ കൃഷിയാലും ആട്, മാട്, ഒട്ടകങ്ങളാലും മറ്റു മൃഗങ്ങളാലും അയ്യൂബ് നബിക്കുണ്ടായിരുന്നു. ഷൈഉൻ കസീർ, ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സമ്പത്തുണ്ടായ മഹാനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. അതുപോലെ തന്നെ ഔലാദും മർലിയ, തൃപ്തിപ്പെട്ട മക്കളും ഉണ്ടായിരുന്നു. ഔലാദ്, മക്കൾ, മർലിയത്തുൻ തൃപ്തിപ്പെട്ട മക്കളും ഉണ്ടായിരുന്നു. അതൊക്കെയാണല്ലോ ദുന്യാവ് എന്ന് പറഞ്ഞാൽ, നല്ല സന്താനങ്ങൾ, അതുപോലെ ഒരുപാട് സമ്പത്ത്, കൃഷി, അതൊക്കെയാണല്ലോ ദുന്യാവിൽ ഐശ്വര്യം എന്നുള്ളത്. അതൊക്കെ അയ്യൂബ് നബിക്കുണ്ടായിരുന്നു. പക്ഷേ ഫബുത്തുലിയ ഫീദാലിക്ക് കുല്ലി, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ, ഫബുത്തുലിയ, അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടു. ഫീദാലിക്ക കുല്ലി, ഈ എല്ലാത്തിലും, ഫീദാലിക്ക കുല്ലി, എല്ലാത്തിലും, എല്ലാ വിഷയത്തിലും അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടു. ഫദഹബൻ ആഖിരിഹി, തൻ്റെ അവസാനത്തതും പോയി എന്നർത്ഥം. സമ്പത്തും പോയി, കുടുംബങ്ങളും പോയി, മക്കളും എല്ലാം പോയി. ദഹബ പോയി, അൻ ആഖിരി തൻ്റെ അവസാനം വരെ പോയി എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഒരു തരി പോലും ബാക്കിയില്ലാതെ പരീക്ഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ മക്കളിലും പരീക്ഷിക്കപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. തുമ്മ ബുത്തുലിയ, അങ്ങനെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട പിന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണം മഹാനായ അയ്യൂബ് നബിയിൽ വരുന്നത്. തുമ്മ ബുത്തുലിയ ഫീ ജസദിഹി, തൻ്റെ സ്വയം ശരീരത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടു. തുമ്മ, പിന്നെ സമ്പത്തും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ദഹബൻ ആഖിർ, അതിൻ്റെ അവസാന കുറ്റി പോലും പറിച്ചു പോയി.
അതിലെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഇറങ്ങി. തുമ്മബുത്തുലിയ ഫിജസ്, പിന്നെ സ്വയം ശരീരത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഇറക്കപ്പെട്ടു. തുമ്മബുത്തുലിയ, അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടു. ഫിജസദിഹി, അയ്യൂബ് നബിയുടെ ശരീരത്തിൽ. ഫലം യബ്ഖ മിൻഹു, ഫലം യബ്ഖ മിൻഹു, തൻ്റെ ശരീരത്തിൽ നിന്ന് ഒന്നും അവശേഷിച്ചില്ല. ബഖിയ യബ്ഖ, അതിൻ്റെ മജ്സൂമ് കളയൽ കൊണ്ട്. ഫലം യബ്ഖ മിൻഹു, അയ്യൂബ് നബിയുടെ ശരീരത്തിൽ ഒന്നും അവശേഷിച്ചില്ല. സലീമുൻ, ആരോഗ്യമുള്ളതായിട്ട് ഒന്നും അവശേഷിച്ചില്ല. സലീം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളത്. സിവാ ഖൽബിഹി, അയ്യൂബ് നബിയുടെ ഹൃദയമല്ലാതെ. സിവ പറഞ്ഞാൽ വൈറ എന്നർത്ഥം. സിവാ ഖൽബിഹി, അയ്യൂബ് നബിയുടെ ഹൃദയമല്ലാതെ. വലിസാനിഹി, അയ്യൂബ് നബിയുടെ നാവല്ലാതെ. നാവും ഹൃദയവുമല്ലാതെ എല്ലാം നശിച്ചുപോയി, ശരീരത്തിൽ പരീക്ഷിക്കപ്പെട്ടു. എല്ലാത്തിനും ഒരു ആരോഗ്യമുള്ളതായിട്ട് പിന്നെ ഹൃദയവും നാവും മാത്രമേ ഉള്ളൂ. അത് രണ്ടോ യദ്കുറുബിഹിമല്ലാഹ, അത് രണ്ടുകൊണ്ടും അള്ളാഹുവിനിക്ക് സ്മരണകൾ അർപ്പിക്കുകയാണ്, അള്ളാഹുവിനിക്ക് ദിക്റുകൾ ചൊല്ലുകയാണ്. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും. ബിഹിമ, ഈ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അള്ളാഹുവിനെ സുലൈമാൻ നബി സ്മരിച്ചെടുക്കുകയാണ്. അസ്സ വജല്ല, ഉന്നതനായ ജല്ല മഹാത്മ്യമുള്ള അള്ളാഹുവിനെ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുകയാണ് ആര്? അയ്യൂബ് നബി അലൈഹിസ്സലാം. അങ്ങനത്തെ നാവും ഹൃദയവും അല്ലാത്തതെല്ലാം നശിച്ചുപോയി. ഒന്നും ആരോഗ്യമുള്ളതായിട്ട് അവശേഷിച്ചില്ല, നാവും ഹൃദയവുമല്ലാതെ. ഹത്ത ആഫഹുൽ ജലീസ്, എത്രത്തോളം? ആഫ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വെറുക്കുക, വെറുപ്പ് തോന്നുക എന്നർത്ഥത്തിന്. വിമ്മിഷ്ടം കാണിക്കുക അല്ലേ, വെറുപ്പ് തോന്നുക. ഹത്ത ആഫഹുൽ ജലീസ്, ഒപ്പമിരിക്കുന്ന കൂട്ടാളികൾ പോലും. ജലീസ് ഒപ്പം ഇരിക്കുന്ന ആളുകൾ എന്നർത്ഥം. കൂട്ടാളികൾ പോലും വെറുത്തുപോയി. ഉഫ്രിദ, അങ്ങനെ ഏകാന്തനാക്കപ്പെട്ടു അയ്യൂബ് നബി അലൈഹിസ്സലാം. ഫീനാഹിയത്തി മിനൽ ബലദി, രാജ്യത്തിൻ്റെ ഒരു മൂലക്കാക്കപ്പെട്ടു അല്ലേ. അതിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം അങ്ങനെയാണ്. ഉഫ്രിദ, ഏകാന്തനാക്കപ്പെട്ടു. ആര്? അയ്യൂബ് നബി അലൈഹി സ്വലാം. ഫി നാഹിയത്തിനൊരു മൂലയിൽ, മിനൽ ബലദി, നാട്ടിൻ്റെ ഒരു മൂലയിൽ എന്നർത്ഥം. വലം യബ്ഖ അഹദും മിനന്നാസ്, ഒരാളും അവശേഷിച്ചില്ല. മിനന്നാസ്, ജനങ്ങളിൽ നിന്ന്. യഹ്നു അലൈഹി, ഹന അല എന്ന് പറഞ്ഞാൽ സ്നേഹം കാണിക്കുന്ന. ജനങ്ങളിൽ നിന്ന് ഒരാൾ പോലും സ്നേഹം കാണിക്കുന്നതായിട്ട് അയ്യൂബ് നബിയുടെ അടുത്ത് അവശേഷിച്ചില്ല. സിവാ സൗജതിഹി, അവിടെയും ബാക്കിയായത് സിവാ സൗജതിഹി, തൻ്റെ ഭാര്യയല്ലാതെ, പ്രിയ പത്നിയല്ലാതെ. അല്ലത്തി കാനത്ത് തഖൂമു ബി അംരിഹി, അല്ലത്തി, ആ ഭാര്യ കാനത്ത് ആയിരുന്നു. തഖൂമു ബി അംരിഹി, കാമബി എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക. തഖൂമു, അവൾ നിർവഹിക്കുന്ന. ബി അംരിഹി, അയ്യൂബ് നബിയുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ഒരു ഭാര്യയല്ലാതെ ഒരാളും അയ്യൂബ് നബിയോട് സ്നേഹം കാണിക്കുന്നതായിട്ടുണ്ടായില്ല. പക്ഷേ വഹ്താജത്ത് ഐലൻ, ഈ തൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായി വന്നു. നോക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ വഹ്താജത്ത് ഐലൻ, വീണ്ടും ഈ ബീവി ഭാര്യയ്ക്ക് ആവശ്യമായി വന്നു. ഫസോറത്ത്, അങ്ങനെ ആ ബീവി ആയിത്തീർന്നു, അയ്യൂബ് നബിയുടെ ഭാര്യ ആയിത്തീർന്നു. തഖ്ദിമുന്നാസ, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ തുടങ്ങി. മിൻ അജ്ലിഹി, ഇദ്ദേഹം കാരണത്താൽ. അപ്പോൾ ഇദ്ദേഹത്തിന് തിന്നാൻ കൊടുക്കണേ, എന്തേ വേണ്ടേ? അപ്പോൾ അതിനു വേണ്ടി ജനങ്ങൾക്ക് സേവിച്ച് ആ സേവനത്തിലൂടെ കിട്ടുന്ന തുച്ഛമായ കാര്യങ്ങൾ കൊണ്ട് അയ്യൂബ് നബിയെയും സേവിക്കാൻ തുടങ്ങി. വഹ്താജത്ത്, ഈ ബീവിക്ക് ആവശ്യമായി വന്നു. ഐലൻ, ബീവിക്കും ആവശ്യമായി വന്നു. ഫസോറത്ത്, അങ്ങനെ ആ ബീവി ആയി മാറി. തഖ്ദിമുന്നാസ, ജനങ്ങളെ സേവിക്കുന്നു. മിൻ അജ്ലിഹി, ഇദ്ദേഹം കാരണത്താൽ. അജ്ലുണ്ട്, അജ് എന്നാട്ടോ, അജലല്ല. അജൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്നർത്ഥം. അജ്ല് പറഞ്ഞാൽ കാരണം എന്നർത്ഥം. ഇദ്ദേഹം കാരണത്താൽ ഈ ബീവി ജനങ്ങൾക്ക് സേവിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ ബീവി ജനങ്ങൾക്ക് സേവനം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് അയ്യൂബ് നബിയുടെ ജീവിതത്തിലേക്ക് ആവശ്യമായതുകൊണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ് മനസ്സിലായല്ലോ? അതിലെ പദങ്ങളൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ സബ്ർ അയ്യൂബ് നബിയുടെ ക്ഷമയെക്കുറിച്ച് പറയുന്നൊരു ഭാഗം. വഖാന റഗ്മ കുല്ലി ദാലിക്, ഈ റഗ്മ കുല്ലി ദാലിക എന്നുള്ളത് പ്രയോഗം കേട്ടോ. ഇതിൻ്റെയൊക്കെ വഖാന റഗ്മ കുല്ലി, ഇതൊക്കെയായിട്ടും എന്നർത്ഥം. റഗ്മ കുല്ലി ദാലിക, ഇതെല്ലാമായിട്ടും. കാന, ഇദ്ദേഹമായിരുന്നു. അയ്യൂബ് നബി ഇതൊക്കെയായിട്ടുമായിരുന്നു. സോബിറൻ, കാനയുടെ ഇസ്മുൽ അമീർ അല്ലേ, അതിന് ഖബറാണ്. സോബിറൻ, നല്ല ക്ഷമാലുവായിരുന്നു. ഷാക്കിറൻ, നന്ദി ചെയ്യുന്നവനുമായിരുന്നു. അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യുന്നവനുമായിരുന്നു. യൽഹജു ലിസാനുഹു, അദ്ദേഹത്തിൻ്റെ നാവ് അങ്ങനെ. ലഹജ, യൽഹജു പറഞ്ഞാൽ സംസാരിക്കുക എന്നർത്ഥം. നാവുകൾ സംസാരിക്കും, നാവുകളിൽ ഉരുവിടുന്നു.
ബിദ്ദിക്കിരി അള്ളാഹുവിനിക്കുള്ള ദിക്ർ കൊണ്ടും വശുക്കിരി അള്ളാഹുവിനിക്കുള്ള നന്ദികളുമാണ് തൻ്റെ നാവിൽ ഇങ്ങനെ ഉരുട്ട് കൊണ്ടുന്നത്. ലായഷ്കു ഈ അയ്യൂബ് നബി ഒരിക്കലും ലായഷ്കു പരാതി പറഞ്ഞതേയില്ല, ആരോടും പരാതി പറഞ്ഞില്ല. അള്ളാഹുവിനോടും ലായഷ്കു ഒരാളോടും പരാതി പറഞ്ഞില്ല. വലായത്ത അത്തബ് ആരെയും കുറ്റപ്പെടുത്തിയതുമില്ല. വലായത്ത ദമ്മറു ആരെയും ആക്ഷേപിച്ചതുമില്ല. അള്ളാഹുവിൻ്റെ മേൽ ഒരു കുറ്റവും ആരോപിച്ചില്ല. വലായത്ത അത്തബു ചീത്ത പറഞ്ഞില്ല, വഷളാക്കിയില്ല. വലായത്ത ദമ്മറു ഒരു ആരോപണവും ഉന്നയിച്ചില്ല എന്നർത്ഥം. വലായഗ്ളബു എന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും ലായഗ്ളബു അയ്യൂബ് നബി അലൈഹി സ്വലാം ഒരാളോടും ദേഷ്യപ്പെട്ടില്ല. അങ്ങനെ അയ്യൂബ് നബി ഇതെല്ലാം ക്ഷമിച്ച് അള്ളാഹുവിനിക്ക് നന്ദി ചെയ്ത് അപ്പോഴും പ്രയാസങ്ങൾ ഇറങ്ങുമ്പോഴും അതിനൊക്കെ നന്ദി ചെയ്യുകയാണ്. വദാമ അലാ ദാലിക് അങ്ങനെ ദാമ അലാ ദാലിക അങ്ങനെ കഴിഞ്ഞുകൂടി. ദാമ ദാമ പറഞ്ഞാൽ കാലം കഴിയുക എന്നർത്ഥം. ദാമ അലാ ദാലിക അങ്ങനെ തന്നെ ആയിത്തീർന്നു. സിനീന ഒരുപാട് വർഷങ്ങൾ, തിവാലൻ നീണ്ട ഒരുപാട് വർഷങ്ങൾ അങ്ങനെ തന്നെ ആയിത്തീർന്നു. മുൽക്കൻ മുൽക്കൻ അലാ കുനാസതി ബനി ഇസ്രായേൽ ബനി ഇസ്രായേലുകളിലെ ബനു ഇസ്രായേലിലെ ചപ്പുചവറുകളുടെ അടുത്ത് നിക്ഷേപിക്കപ്പെട്ട ആളായി തീർന്നു. തഖ്തലിഫുദ്ദവാബു ഫീ ജസദി ഇഖ്തലഫ എന്ന് പറഞ്ഞാൽ പോവുക വരിക എന്നൊക്കെ അർത്ഥമുണ്ട്. ദവാബ് എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞത് എന്താണ്, കന്നുകാലികൾ എന്നർത്ഥം. ഇവിടെ പിശുക്കളല്ലേ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ചെറിയ ചെറിയ പുഴുക്കൾ അസുഖം വന്നിട്ട് ആ പുഴുക്കൾ ഇങ്ങനെ ശരീരത്തിൽ അരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫി ജസദിഹി അയ്യൂബ് നബി അള്ളാഹു താല ശരീരത്തിലും പരീക്ഷിക്കുകയാണ്. ശരീരത്തിലും അള്ളാഹു താല അസുഖങ്ങൾ കൊടുത്തുകൊണ്ട് അയ്യൂബ് നബിയുടെ നന്ദി എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കുകയാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സമ്പത്തുണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. ഒരുപാട് ആളുകൾ ആ സമ്പത്തുള്ളവൻ്റെ കൂടെ ഉണ്ടാവും. സമ്പത്ത് നശിച്ചാൽ പിന്നെ ഒരാളും ഉണ്ടാവില്ല, പിന്നെ നോക്കാൻ പോലും ഒരു മനുഷ്യനും ബാക്കിയാവില്ല. മഹാനായ അയ്യൂബ് നബി വലിയ സമ്പന്നനായിരുന്നു. ആ സമ്പത്തിലെല്ലാം അള്ളാഹു താല പരീക്ഷണം ഇറക്കി. അപ്പോൾ ഒരുത്തനും പിന്നെ അയ്യൂബ് നബിയെ പരിഗണിക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും, നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ടാവും. അസുഖമായാൽ പിന്നെ പരിഗണിക്കേണ്ടവരൊന്നും പരിഗണിക്കില്ല എന്നൊക്കെ മനസ്സിലാക്കുക. അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളട്ടോ. പിന്നെ മെഹ്നത്തും വ മെഹ്ന പരീക്ഷണങ്ങളോടെ പരീക്ഷണം എന്നർത്ഥം. മെഹ്നത്തും വ മെഹ്ന എന്ന പരീക്ഷണം, വ മെഹ്നത്ത് എന്ന പരീക്ഷണം, വ മിൻഹ എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നർത്ഥം. ആദ്യം പരീക്ഷണങ്ങളും പിന്നെ സമ്മാനങ്ങളും എന്നർത്ഥം. ഓക്കെ. മനഹന നൽകുക, മെഹ്മഹന എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക. രണ്ടും പരസ്പരം മാറരുത് കേട്ടോ. അങ്ങനെ വലമ്മ തമ്മ മാ അറാദല്ലാഹു മിൻ ഇബ്തിലാഇൻ വലമ്മ തമ്മ പൂർത്തിയായപ്പോൾ മാ അറാദല്ലാഹു അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ മിൻ ഇബ്തിലാഇൻ പരീക്ഷിക്കലിനാൽ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂർത്തിയായപ്പോൾ, അതുപോലെ തന്നെ വമ അറാദ ബിഹി മിൻ തക്മീലിൻ ഒരു പരിപൂർണതയാൽ അള്ളാഹു ഉദ്ദേശിക്കേണ്ടതൊക്കെ പൂർണ്ണമായപ്പോൾ എന്ന് പറയുമ്പോൾ അള്ളാഹു താല ചിലരെ പരീക്ഷിക്കുന്നത് ഒന്നെങ്കിൽ അവരുടെ വറഫ് ഇദറജാത്തിൻ എന്നുള്ളത് കൂടുതൽ പറയാം. വറഫ് ഇദറജാത്തിൻ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പദവികൾ ഉയർത്തലിനാലും അള്ളാഹു ഉദ്ദേശിച്ചതൊക്കെ ആയപ്പോൾ വരില്ലാ ബിൽ ഖലാഹി അയ്യൂബ് നബിയുടെ ഖലായിലുള്ള തൃപ്തിയിലും അള്ളാഹു ഉദ്ദേശിച്ചതൊക്കെ ആയപ്പോൾ അൽഹമഹുദ്ദുആ അള്ളാഹു താല അറിയിച്ചു കൊടുത്തു. അദ്ദുആ ഒരു പ്രാർത്ഥനയെ, അൽ മുസ്തജാബ് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയെ അയ്യൂബ് നബിക്ക് അള്ളാഹു താല അൽഹമ തോന്നിപ്പിച്ചു കൊടുത്തു, അറിയിച്ചു കൊടുത്തു. അല്ലദീ തജല്ലാ ഫീഹി അതിൽ വ്യക്തമാകുന്നു, അതിൽ പ്രകടമാകുന്നു. അജസുഹു അദ്ദേഹത്തിൻ്റെ അശക്തതയും, വബൂസുഹു അദ്ദേഹത്തിൻ്റെ നിരാശയുമെല്ലാം വ്യക്തമാകുന്ന ഒരു പ്രാർത്ഥന. അള്ളാഹുവല്ലാതെ ലാ മൽജ ഒരു അഭയകേന്ദ്രവുമില്ല ഇല്ലാ ഇലൈഹി അള്ളാഹുവിലേക്കല്ലാതെ ഒരു അഭയകേന്ദ്രവുമില്ല. വ അന്നഹുൽ ഖാദിർ അള്ളാഹു ശക്തവാനാണ്. അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ശക്തവാനാണ്. ആഫാഹുല്ലാഹു ഫീ ബദനിഹി വ അഹ്ലി നമ്മൾ പറഞ്ഞ മുമ്പ് ആഫ അത് പറഞ്ഞാൽ വെറുക്കുക, എന്നാൽ ഇവിടെ വരട്ടോ. ഇത് നമ്മൾ പറയല്ലോ എന്ത് ആഫിയത്ത്. ഇത് അഫ എന്നുള്ളതിൻ്റെ ഫാല വസനാണ് ആഫ എന്നുള്ളത്. മറ്റേത് ആഫ യു ആഫ് എന്നായിരുന്നു. ഇവിടെ ഇത് ആഫ അള്ളാഹു താല ഇഫ് എന്ത് പറയാം ആഫ എന്ന് പറഞ്ഞാൽ ഫി ബദനിഹി തൻ്റെ ശരീരത്തിൽ അള്ളാഹു താല ആഫിയത്ത് നൽകിയില്ലേ. നമ്മൾ പറയല്ലോ ആഫിയത്ത് നൽകിയ. വ അഹ്ലിഹി തൻ്റെ കുടുംബത്തിലും തൻ്റെ അഹ്ലിലും തൻ്റെ ബദന ശരീരത്തിലും അതുപോലെ തന്നെ വാഹ്ലിഹി തൻ്റെ കുടുംബത്തിലും
ഒരുപാട് ആഫിയത്തുകൾ അള്ളാഹു താല നൽകി. വറദ്ദ അലൈഹി മാലോ, തൻ്റെ അള്ളാഹു താല പരീക്ഷിച്ച ആ സമ്പത്തുകൾ മുഴുവൻ അള്ളാഹു താല റദ്ദ അലൈഹി, അദ്ദേഹത്തിനേക്ക് തിരിച്ചു നൽകി എന്ന് പറഞ്ഞാൽ മറ്റൊരു മാർഗ്ഗത്തിൽ അള്ളാഹു താല എല്ലാം തിരിച്ചു നൽകി. വബാറക ലഹു ഫീ കുല്ലി ദാലിക, ഇതിലെല്ലാം അള്ളാഹു താല ബറക്കത്ത് ചെയ്യുകയും ചെയ്തു. എത്ര കുറച്ച് സമ്പത്താണെങ്കിലും അതിൽ ബറക്കത്ത് ചെയ്താൽ അത് വലിയ സമ്പത്തായി മാറും എന്ന് നിങ്ങൾക്കറിയാലോ. ബാറക ലഹു ഫീ കുല്ലി ദാലിക, ഇതിലെല്ലാം അള്ളാഹു താല ഒരുപാട് ബറക്കത്തുകൾ നൽകി. വകാന അളാഫൻ മുളഅഫ, ആ സമ്പത്തുകളൊക്കെ ആയിരുന്നു അളാഫൻ ഇരട്ടിയും മുളഅഫതൻ ഇരട്ടിപ്പിക്കുന്ന ഡബിൾ ഇരട്ടിയായിരുന്നു. യഖൂലുല്ലാഹു തബാറക വതആല, പരിശുദ്ധനായ അല്ലാഹു തആല പറയുകയാണ്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ വസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ളിദ്ദിൻ വആതൈനാഹു അഹ്ലഹു വമിത്ലഹും മാഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. സൂറത്തുൽ അംബിയായിലെ 83-84 ആയത്തുകളാണ് കേട്ടോ. അയ്യൂബ് നബിയെ കുറിച്ചും നിങ്ങൾ ഓർക്കണം. ഇത് നാദാ റബ്ബഹു, അയ്യൂബ് നബി തൻ്റെ നാഥനെ വിളിച്ചു പ്രാർത്ഥിച്ച അവസരം എന്ത് പറഞ്ഞു? അന്യ മസ്സനി അല്ലുറു, എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു അല്ലാ എന്ന് അള്ളാഹുവിനോട് അയ്യൂബ് നബി പ്രാർത്ഥിച്ച അവസരം നബിയെ നിങ്ങൾ ഓർക്കണമെന്ന് നമ്മുടെ നബിയോട് പറയാണ്. അന്യ മസ്സനി അല്ലുറു, എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്, എനിക്ക് വിഷമം ബാധിച്ചിട്ടുണ്ടെന്ന് അയ്യൂബ് നബി പറഞ്ഞ അവസരം നിങ്ങൾ ഓർക്കണം. വ അൻത അർഹമുർ റഹീമീൻ, നിങ്ങൾ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ റബ്ബേ, അതുകൊണ്ട് എനിക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾ കേൾക്കണേ എന്ന് അയ്യൂബ് നബി അവസാനം പ്രാർത്ഥിച്ചു. അങ്ങനെ ഫസ്തജബ്നാ ലഹു, നാം ഉത്തരം നൽകി. ലഹു, അയ്യൂബ് നബിക്ക് നമ്മൾ ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ളിദ്ദിൻ, അദ്ദേഹത്തെ ബാധിച്ച വിഷമങ്ങളെ നീക്കിക്കൊടുത്തു. കശഫ്ന, നമ്മൾ നീക്കിക്കൊടുത്തു. അള്ളാഹു പറയാണ്, നമ്മൾ ഉത്തരം നൽകുകയും നമ്മൾ ആ വിഷമങ്ങളൊക്കെ നീക്കിക്കൊടുക്കുകയും ചെയ്തു. മാ ബിഹി, അദ്ദേഹത്തിലുണ്ടായിരുന്ന മിൻ ളിദ്ദിൻ, പ്രയാസങ്ങളാൽ വിഷമങ്ങളാൽ. അങ്ങനെ അവസാനം വആതൈനാഹു അഹ്ലഹു വമിത്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മുടെ അടുത്ത് നിന്നുള്ള എന്നർത്ഥം. എന്തിനാ? റഹ്മതൻ, കാരുണ്യത്തെ. വആതൈനാഹു, നമ്മൾ നൽകി, അയ്യൂബ് നബിക്ക് നാം നൽകി. അഹ്ലഹു, സ്വന്തം കുടുംബത്തെയും തിരിച്ചു നൽകി. വമിത്ലഹും, അവരോടൊപ്പം മിത്ലഹും, അതുപോലുള്ളതിനെയും. അപ്പോൾ തൻ്റെ കുടുംബവും ആ കുടുംബം പോലുള്ളതും ഒരുപാട് പിന്നെ മക്കളും പേരമക്കളൊക്കെ നൽകിയെന്നർത്ഥം. മഅഹും, ഇവരോടൊപ്പം തന്നെ, തൻ്റെ കുടുംബത്തെ അല്ലാഹു തആല തിരിച്ചു കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഒരുപാട് അവരെ പോലുള്ള ആളുകളെയും അയ്യൂബ് നബിക്ക് നാം തിരികെ നൽകി. റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മുടെ അടുത്തുനിന്നുള്ള കാരുണ്യം കൊണ്ട്. അതുപോലെ തന്നെ വദിക്റാ ലിൽ ആബിദീൻ, ആരാധിക്കുന്നവർക്കുള്ളൊരു പാഠവുമായി കൊണ്ട്. അള്ളാഹുവിന് എത്ര പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുവിൽ നിന്നുള്ള ആ പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിനെ ആരാധിച്ചാൽ അവർക്കിതുപോലുള്ള വലിയ അനുഗ്രഹങ്ങളായിരിക്കും വരാനുള്ളത് എന്നുള്ള വലിയ പാഠമാണ് അയ്യൂബ് നബിയുടെ ജീവിതം നമുക്ക് അറിയിച്ചു തരുന്നത്. പിന്നെ നമ്മളിവിടെ പറഞ്ഞല്ലോ, അള്ളാഹു തആല അയ്യൂബ് നബിയെ പരീക്ഷിച്ചത് എന്തിനാണെന്നല്ലേ. അപ്പോൾ നമുക്കറിയാം, എന്തോ നല്ല നല്ല മനുഷ്യന്മാർ, നല്ല നല്ല വലിയ മഹാന്മാരൊക്കെ അവർക്കൊക്കെ അസുഖങ്ങളാവും. എന്തിനാണ് അള്ളാഹു? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹു ഇവരെ ഒരു പദവിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ആ പദവി എത്താൻ വേണ്ടി അവർ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ആ പ്രയാസങ്ങളൊക്കെ അവർക്ക് വലിയ വലിയ റഹ്മത്തായിരിക്കും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള. ആ പ്രയാസം അനുഭവിക്കുന്നവർ കൂടി അള്ളാഹു ഉദ്ദേശിച്ചൊരു ദറജ ഉണ്ടാവും. അവർ അവിടെ ആ ദറജയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ അള്ളാഹു തആല പരീക്ഷിക്കലില്ല. അതൊക്കെ അതിൻ്റെ മറ്റൊരു മാർഗ്ഗമാണ്. അള്ളാഹു ഉദ്ദേശിച്ചൊരു ദറജയിലേക്ക് ഇവരെ എത്തിച്ചിട്ട് വേണം അവരെ സ്വർഗത്തിലേക്ക് കടക്കാൻ. അതിനു വേണ്ടിയൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അയ്യൂബ് നബിയും അതുപോലെ ഈ പ്രയാസങ്ങളിലൊക്കെ അയ്യൂബ് നബി എത്രത്തോളം നന്ദിയുണ്ടെന്ന് അള്ളാഹു പരീക്ഷിക്കുകയായിരുന്നു. അയ്യൂബ് നബി ആ പരീക്ഷണത്തിൽ വിജയിച്ചു. പല ആളുകളും ഇങ്ങനത്തെ പരീക്ഷണങ്ങളിൽ പലരും പരാജയപ്പെട്ട് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ നിന്നും കുതറി മാറി പിന്നീട് അള്ളാഹു തന്നെ അവരെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരെ വരാറുണ്ട്. അപ്പോൾ അയ്യൂബ് നബിയുടെ ജീവിതത്തിൽ നിന്നും നാം ഒരുപാട് ജീവിത പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ഓക്കെ, എന്ത് വന്നാലും എന്താണ് അല്ലാഹു ബിൽ ഖദാ, എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് വിശ്വസിക്കുക. ആ വിധിയിൽ തൃപ്തിപ്പെടുകയും ചെയ്യുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എത്ര പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിനെ കുറ്റപ്പെടുത്താതെ എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് കരുതി സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്.
പിന്നെ ഈ ആയത്തിലെ വിശദീകരണങ്ങൾക്ക് പോകുമ്പോൾ വദ്കുർ അയ്യൂബ് അല്ലേ, അയ്യൂബ് നബിയെ നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞു. ഇത് നാദാഹു റബ്ബഹു, ഈ എപ്പോഴാണ് അവസാനം അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് അറിയോ? ലമ്മബുത്തുലിയ ബിഫഖ, എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു, എല്ലാ സമ്പത്തും എല്ലാ മക്കളും നഷ്ടപ്പെട്ടു, തൻ്റെ ശരീരം വരെ പിച്ചി ചീന്തപ്പെട്ടു, അസുഖങ്ങൾ വന്ന് അതുപോലെ തന്നെ ജനങ്ങളെല്ലാം ഉപേക്ഷിച്ചു, തൻ്റെ ഒരു ഭാര്യ ഒഴികെ. ഏകദേശം 3-7 വർഷം അല്ലെങ്കിൽ 8 വർഷം അങ്ങനെ വലിയ പ്രയാസങ്ങളായിട്ട് ജീവിതം വലിയ പ്രയാസത്തിലായി മാറി. അങ്ങനെയാണ് അവസാനം അള്ളാഹുവിനോട് എല്ലാം സഹിച്ച് അള്ളാഹുവിനോട് പറയുകയാണ്, അന്നേ മസ്സനി അല്ലുറ്, എനിക്ക് അല്ലുറ് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് നബിയെ അല്ലാഹുവേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അൻത അർഹമുറാഹിമീൻ, നീ അർഹമുറാഹിമല്ലേ. അങ്ങനെ വസ്തജബ്നാലഹു, ആ അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു താല ഉത്തരം നൽകി. നമുക്കും ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പാണ്. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിനുണ്ടായ പ്രയാസങ്ങളെ അള്ളാഹു താല നീക്കി, നമ്മൾ നീക്കി കൊടുത്തു എന്ന് അള്ളാഹു പറയാം, നമ്മൾ നീക്കി കൊടുത്തു. വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിന് നമ്മൾ നൽകിയ ഔലാദഹു ദുകൂർ, പിന്നെ അദ്ദേഹത്തിൻ്റെ ആൺകുട്ടികളൊക്കെ തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പെൺകുട്ടികളെയും എങ്ങനെ അതിന് വിശദീകരണം പറയുന്നുണ്ട്. അവരൊക്കെ എല്ലാവരെയും അവരൊക്കെ നശിപ്പിച്ചിരുന്നു അള്ളാഹു താല, അള്ളാഹു അവരൊക്കെ വഫാത്താക്കി കളഞ്ഞിരുന്നു, അവരൊക്കെ വീണ്ടും അള്ളാഹു താല പുനർജനിപ്പിച്ചു കൊടുത്തു. എന്ന് മാത്രമല്ല അതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ട് 3-7 ആയിട്ട് ഇരട്ടിപ്പിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവരോടൊപ്പം തന്നെ അല്ലേ മിഥ്ലഹും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും അതുപോലെ തന്നെ ഒരുപാട് വയസ്സൊക്കെ അധികം നൽകി എന്നൊക്കെ അതിൻ്റെ വിശദീകരണങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗോതമ്പും അതുപോലെ തുടങ്ങിയ ബാർലിയും എല്ലാം അള്ളാഹു താല അത് മുമ്പുള്ളതിനേക്കാളും അധികരിച്ച് അള്ളാഹു താല വലിയ കൃഷിയൊക്കെ നൽകി എന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് കേട്ടോ. പിന്നെ ലമ്മ എന്താ പറയുക, പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ സമ്പത്ത് പോയി എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ 3 തരത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 തരത്തിൽ അയ്യൂബ് നബിയെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യൂബ് നബി ആരായിരുന്നു? ഒരു റോമക്കാരനായ ഒരു മനുഷ്യനായിരുന്നു, വെറും ഒരു മനുഷ്യനായിരുന്നു. ആരുടെ പരമ്പരയിലുള്ള? ഇബ്രാഹിം നബിയുടെ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ വന്ന ഇബ്നു അമൂസ് എന്ന മഹാനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പരമ്പരയോ ലൂത്ത് നബിയുടെ പരമ്പരയിൽപ്പെട്ട ഇബ്രാഹിം നബിയുടെ സഹോദരനായ ഇബ്രാഹിം നബിയുടെ ഒരു സഹോദരനുണ്ട്, ഹാറാൻ എന്ന് പറയും. ആ ഹാറാനിൻ്റെ മകനായ ലൂത്ത് നബിയുടെ പരമ്പരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മ. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് ഇബിലും ബക്കറും ഓനമും ഹൈലും ഹെമുറും തുടങ്ങി കൈതകളും കുതിരകളും ആടുമാട് ഒട്ടകങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സമ്പത്തുകൾ, എന്താ പറയുക, 500-ലധികം നല്ല മുന്തിയ ഇനം കുതിരകളും ആ കുതിരകൾക്കൊക്കെ ഓരോരോ അടിമകളും, ആ അടിമകൾക്കൊക്കെ ഓരോരോ അടിമ പെണ്ണുങ്ങളും തുടങ്ങി അവർക്കൊക്കെ ഒരുപാട് സമ്പത്തും അവർക്കൊക്കെ ഒരുപാട് മക്കളും തുടങ്ങി വലിയ ധനാഢ്യനായിരുന്നു. അതോടൊപ്പം തന്നെ വഖാന നബിയൻ, നല്ല മുത്തഖിയായ നബിയുമായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഏകദേശം 3 സംഘം ആളുകളായിരുന്നു. അവരൊക്കെ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചിരുന്നു. അവരൊക്കെ കുഹൂൽ, നല്ല മധ്യവയസ്കരൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇബ്ലീസോ അങ്ങനെ. പക്ഷേ ഇവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇബ്ലീസ് എന്ന ലഅനത്തുല്ലാഹി അലൈഹി ആണ് കേട്ടോ. അങ്ങനെ മലായിക്കത്തും അയ്യൂബ് നബിയുമായി സംസാരിക്കുന്നത് കേട്ട് ഇബ്ലീസ് ഇതിൽ അസൂയപ്പെടുകയും എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു, ഇലാഹി നളർത്തു ഫി അബ്ദിക അയ്യൂബ് വജത്തുഹു ഷാക്കിറൻ ഹാമിദൻ ലക എന്ന് ഇബ്ലീസ് പോലും പറയുകയും ചെയ്തു. അഥവാ നിങ്ങളുടെ അടിമ അയ്യൂബ് നബിയിൽ ഞാൻ നോക്കിയെന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് പറയാം കേട്ടോ. അങ്ങനെ അയ്യൂബ് നബിയെ പോലും ഇബ്ലീസ് പോലും അയ്യൂബ് നബിയെ പുകഴ്ത്തി എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവസാനം ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ വന്നുല്ലേ. അപ്പോൾ അവസാനം അള്ളാഹുവിനോട് അന്നി മസ്സനിയ ദുർറ് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ വന്നു എന്നുള്ള വിഷയം. പിന്നെ ഇബ്ലീസ്
ഈ നമ്മുടെ ഭാര്യയിൽ ഇങ്ങനെ ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിച്ച വിഷയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അള്ളാഹുവിനോട് അവസാനം പരാതി പറഞ്ഞു. ലഹന്നി മസ്സനി അല്ലുറ് ഷെക്ക് വലിൽ ഖാലിഖ്. ആരോടാണ് പരാതി പറയുന്നത്? സൃഷ്ടാവായ അള്ളാഹുവിനോട്, അല്ലാതെ ജനങ്ങളോടും മറ്റുമല്ല കേട്ടോ. അതെന്തല്ല, അള്ളാഹുവിനോട് പരാതി പറയുക എന്നുള്ളത്, അള്ളാഹുവിനോട് ഇങ്ങനെ കേണപേക്ഷിക്കുക എന്നുള്ളത് എന്തിനെതിരല്ല? ക്ഷമക്കെതിരല്ല. കാരണം എത്ര ക്ഷമിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നതാണ്. അല്ല ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടലോ ഒന്നുമല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതിനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ പ്രയാസങ്ങൾ അമ്പിയാക്കൾക്ക് വരാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ഇന്നൽ അംബിയ യസ്തഹിലു അലൈഹിമുൽ മുൻഫറമിനൽ അമ്രാദ്. മനുഷ്യർക്കുണ്ടാകാൻ പറ്റുന്ന എല്ലാ അമ്പിയാക്കൾക്കും ഉണ്ടാകും. എന്നാലും ആ അമ്പിയാക്കളൊക്കെ മനുഷ്യരെക്കാളും ഫضലുള്ള ആളുകളാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അതിന് പറയുന്നത് അങ്ങനെ അയ്യൂബ് നബിക്ക് ഇങ്ങനെ ഉണ്ടായത് അത് കേവലം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ളൊരു പരീക്ഷണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ജനങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ അള്ളാഹു നൽകുക അമ്പിയാക്കൾക്കാണ്. പിന്നെ അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്ക് ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിച്ചാലായിരിക്കും അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ള ആളുകൾ. അമ്പിയാക്കളാവുമ്പോൾ ഏതായാലും അർഹത വീണ്ടും അവർ അർഹിക്കുകയാണല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? അസുഖം മാറിയ സംഭവങ്ങളെ കണ്ടിട്ടോ അള്ളാഹു താല പറഞ്ഞു, എന്ത്? നിങ്ങളുടെ കാലുകൊണ്ട് ഭൂമിയിൽ അടിക്കണം, അങ്ങനെ ആ ഭൂമിയിൽ നിന്നും ഒരു വെള്ളത്തിൻ്റെ ഉറവ വരും, ആ ഉറവയിൽ നിന്ന് നിങ്ങൾ കുളിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ശരീരത്തിലെ എല്ലാവിധ അസുഖങ്ങളും മാറി മുമ്പത്തെക്കാളും വലിയ ആരോഗ്യവാനായിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം തിരിച്ചു വരികയാണ്. പിന്നെ അയ്യൂബ് നബിയുടെ മക്കളൊക്കെ അള്ളാഹു താല മുമ്പ് തന്നെ മരിപ്പിച്ചിരുന്നു. അതൊക്കെ അവരുടെ ഡേറ്റ് അത് അള്ളാഹു താല നിശ്ചയിച്ചൊരു സമയത്തിന് മുമ്പ് അവരെ അയ്യൂബ് നബി പരീക്ഷിക്കാൻ വേണ്ടി അവരെ മരിപ്പിച്ചതായിരുന്നു. അള്ളാഹു താല അവരെയൊക്കെ വീണ്ടും ജനിപ്പിച്ചു കൊടുത്തു. പിന്നെ ഒരുപാട് മക്കൾ നൽകിയെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ അസുഖങ്ങളൊക്കെ മാറിയ ശേഷം 28ഓളം മക്കൾ ഭാര്യയിലായിട്ട് അയ്യൂബ് നബിക്കുണ്ടായി. മൊത്തത്തിൽ കൂട്ടുമ്പോൾ സിത്തത്തും അർബാത്ത് അശറ തുടങ്ങി ഒരുപാട് സമ്പത്തും ഒരുപാട് മക്കളെയും അള്ളാഹു താല വീണ്ടും നൽകി എന്നുള്ളതാണ് കേട്ടോ. ദിക്റാലിൽ ആബിദീൻ എന്നുള്ള നമ്മൾ പ്രധാനം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അയ്യൂബ് നബിയുടെ ചരിത്രം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിലെ പദങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല ശ്രദ്ധിക്കണം. ഇസ്തജാബാർന ഉത്തരം നൽകും, ഇസ്തജൻ നമ്മൾ ഉത്തരം നൽകി. കശഫിന എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റിക്കൊടുത്തു എന്നർത്ഥം. ഓക്കെ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ നാദാർണ വിളിക്കുക, മസൽ ദുർ പറഞ്ഞാൽ പ്രയാസം അനുഭവിക്കുക എന്നർത്ഥം. ആഫ മുലാഫ് എന്ന് പറഞ്ഞാൽ ഇരട്ടി എന്നർത്ഥം. ആഫ എന്ന് പറഞ്ഞാൽ ആഫിയത്ത് നൽകുക, സുഖം നൽകി എന്നർത്ഥം. പിന്നെ തജല്ലാറിന വ്യക്തമാവുക, മൽജ പറഞ്ഞാൽ അഭയകേന്ദ്രം, തെക്മീൽ എന്ന് പറഞ്ഞാൽ പരിപൂർണത, മാ അറാദഹു ബിഹി അള്ളാഹു അയ്യൂബ് നബിയെ കൊണ്ട് ഉദ്ദേശം മിൻ തെക്മീലും പരിപൂർണതയാൽ എന്നൊക്കെ. പിന്നെ മെഹ്നത്ത് പറഞ്ഞാൽ പരീക്ഷണം, മിൻഹത്ത് പറഞ്ഞാൽ സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ എന്നർത്ഥം. തഖ്തലിഫു ദവാബ് പറഞ്ഞാൽ അരിച്ചു പോവുക എന്നർത്ഥം, ഇയഞ്ഞു നീങ്ങുക, ഫി ജസദി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. സിനി എന്ന് പറഞ്ഞാൽ വർഷം, തിവാൽ എന്ന് പറഞ്ഞാൽ നീണ്ട എന്നർത്ഥം. മുൽഖ എന്ന് പറഞ്ഞാൽ ഇടപ്പെട്ടത്, നിക്ഷേപിക്കപ്പെട്ടത്. അല കുനാസത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വേസ്റ്റുകൾ, ചപ്പുചവറുകളുടെ മേലിൽ ഇടപെട്ട ആളായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ബനീ ഇസ്രായേൽ അത്രത്തോളം പ്രയാസങ്ങൾ വന്നു, അസുഖങ്ങൾ വന്ന് ആരും പരിഗണിക്കാത്ത അവസ്ഥയായി എന്നർത്ഥം. അത് വദാമാലാദാലിക്ക അങ്ങനെ കഴിഞ്ഞുകൂടി. ഈ ദാമലാദാലിക്ക എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അറബി ഭാഷയിൽ. അതുപോലെ തന്നെ റഗ്മ കുല്ലി ദാലിക്ക, ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം കാന സ്വാബിർ, അദ്ദേഹം വലിയ ക്ഷമാലുവായിരുന്നു. ലഹജാന ഉരുവിട്ടുകൊണ്ടിരിക്കുക, അങ്ങനെ നാവ് ഇങ്ങനെ ഇളക്കി ഉരുവിടുക, സംസാരിക്കുക എന്നർത്ഥം. ദമ്മറാത്ത് അത്തബ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക, കുറ്റം പറയുക എന്നർത്ഥം. ഷക്കാർണ പരാതി പറയുക, ഖൽബാർണ ദേഷ്യപ്പെടുക. പിന്നെ ഇഹ്താജ പറഞ്ഞാൽ ആവശ്യമായി, സോറത്തൻ ആയിത്തീർന്നു, തഖ്ദീമു പറഞ്ഞാൽ സേവിക്കുക, അന്നാസ ജനങ്ങൾക്ക്. ഹന അല എന്ന് പറഞ്ഞാൽ അനുകമ്പ കാണിക്കുക, സ്നേഹം കാണിക്കുക എന്നുള്ളതാണ്. ഉഫ്രിദ പറഞ്ഞാൽ ഏകാന്തതയിലാക്കപ്പെട്ടു പറഞ്ഞാൽ ഒറ്റപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്നത് അതാണ്. നാഹിയത്ത് പറഞ്ഞാൽ ഒരു മൂല, ഒരു അരു എന്നൊക്കെ അർത്ഥം. പിന്നെ ആഫ എന്ന് പറഞ്ഞാൽ വെറുക്കുക, ജലീസന ഒപ്പം ഇരിക്കുന്ന കൂട്ടാളികൾ എന്നർത്ഥം. പിന്നെ സലീം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളത്. ഓക്കെ. ഉബുത്തുലി പറഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ടു. ദഹബൻ ആഖിരി പറഞ്ഞാൽ അവസാന കുറ്റി വരെ പോയി എന്നർത്ഥം. അതിൻ്റെ അവസാനം ആനിക്കുറ്റി വരെ പറിച്ചു പോയി എന്ന് പറയല്ലോ, അതാണ് അവസാനം, അതിൻ്റെ അന്ത്യം വരെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ അവസാനത്തൊരു കടുകുമണി പോലും പോയി എന്നർത്ഥത്തിന് കേട്ടോ.
ഹർസ് പറഞ്ഞാൽ കൃഷി, അൻആം പറഞ്ഞാലും ദവാബ് പറഞ്ഞാലും ഇവിടെ എന്താണ് കന്നുകാലികൾ എന്നർത്ഥത്തിനേക്കാണ്. അൽ മഹബൂബ് എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ട ആളുകൾ, സ്നേഹഭാജനങ്ങൾ. സ്വാബിരീൻ ക്ഷമിക്കുന്നവർ, ഷാക്കിരീൻ നന്ദി ചെയ്യുന്നവർ, മുഅ്മിനീൻ വിശ്വാസികൾ, മൽഹർ എന്ന് പറഞ്ഞാൽ പ്രകടത, പ്രകടനമായത് എന്നൊക്കെ അർത്ഥം. നമത്ത് എന്ന് പറഞ്ഞാൽ മാതൃക, രീതി, ശൈലി എന്നൊക്കെ അർത്ഥം. മാഹർ മറ്റൊരു എന്നർത്ഥത്തിന് കേട്ടോ. അപ്പോൾ ഇത്രയും പദങ്ങൾ നോക്കി വെക്കുക. അസ്സലാമു അലൈക്കും.